ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, നമ്മൾ ഇതിൻ്റെ പൊളിറ്റിക്സ് അതുതന്നെയാണ് കൃത്യമായി പറഞ്ഞു വന്നത്. ഈ BJP വല്ലാതെ വളർന്നു. അത് CPMൻ്റെ ജില്ലാ സമ്മേളനങ്ങളിൽ, സംസ്ഥാന സമ്മേളനത്തിൽ വരെയും കൃത്യമായി അവർ പറഞ്ഞു, ആശങ്കയുണ്ട് ഞങ്ങൾക്ക് എന്ന്. ഈ BJPയുടെ വളർച്ചയ്ക്ക് മറുപടിയോ ഈ ക്ഷേത്രങ്ങളിലേക്കുള്ള CPMൻ്റെ കടന്നുകയറ്റവും ഇത്തരം പ്രവണതകളും? ഒരു പരിധിവരെ CPMന് BJPയുടെ വളർച്ചയെ തടയാനുള്ള ഒരു മാർഗമായി ക്ഷേത്രങ്ങളിലേക്ക് കടന്നു കയറിയാൽ സാധ്യമാകും എന്ന് തോന്നിയിട്ടുണ്ടാവാം. അത് അവരുടെ ഒരു രാഷ്ട്രീയമായിരിക്കും. കാരണം അതല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഒട്ടേറെ കാലഘട്ടങ്ങളായിട്ട് കേരളത്തിലെ പൊതു സമീപനം ക്ഷേത്ര കമ്മിറ്റികളിലേക്കൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ, പ്രത്യേകിച്ച് പാർട്ടി ഭാരവാഹികൾ, അവരാരും വരാറില്ല. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്തായി അവർക്കുണ്ടായ ഒരു മാറ്റം, അവര് വളരെ ആസൂത്രിതമായി ആ രംഗങ്ങളിലേക്ക് കടന്നു വരുന്നു. ഇത് എല്ലാ പ്രദേശത്തും. അപ്പൊ അങ്ങനെ വരാൻ ഇടയാവുന്ന വേളയിൽ അവർക്ക് വന്നിട്ടുള്ള ഒരു അപകടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ മനസ്സിലേക്ക് കടന്നു കയറാൻ സാധിക്കുന്നത് അതിന്റെ ഭാഗമായാൽ മാത്രമാണ് എന്ന യാഥാർത്ഥ്യം അവരിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കിയിടത്തൊക്കെ ഇന്നിപ്പോ അവര് അതിനൊപ്പം നിൽക്കാനും ചിലയിടങ്ങളിൽ തയ്യാറാവുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. ഇപ്പോ ആ ഒരു മാറ്റം ഇപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഈ പറഞ്ഞ വിപ്ലവഗാനം പാടാനോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ ആശയം പ്രചരിപ്പിക്കാനോ കമ്മ്യൂണിസം പറയാനോ ഉള്ള സ്ഥലമായിട്ട് മാത്രം ചെല്ലുന്ന ഏത് പ്രദേശത്തെയും കണ്ടിരുന്ന അവര് ക്ഷേത്രങ്ങളെ ഇപ്പോ ആ നിലയിൽ ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അത് അങ്ങനെയുള്ളവർ ആണ് ഭൂരിപക്ഷം. എന്നാൽ അതേസമയം തന്നെ നേരത്തെ ഇവിടെ ചോദിച്ച ആ പൊളിറ്റിക്സ്, ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ആസൂത്രിതമായി അവരിന്നിപ്പോ പലയിടത്ത് കടന്നു കയറും. ആ കടന്നു കയറൽ അവരുടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുമല്ലോ, ഈ പുള്ളിപ്പുലിയുടെ പുള്ളി പെയിന്റ് ഇത് അടിച്ചാൽ മായില്ല. അപ്പൊ അവരതിന് ഉള്ളിൽ വന്നു കഴിയുമ്പോഴും അവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ നടപ്പാക്കൽ അതിലേക്ക് കടന്നു വരുമ്പോൾ ആത്യന്തികമായി യഥാർത്ഥ വിശ്വാസിക്ക് അവര് തിരിച്ചറിയാനും ആ വിശ്വാസിയുടെ താല്പര്യത്തിന് എതിരുമാണ് അവരുടെ സമീപനം. അത് അവർ ചെറുപ്പത്തിൽ മുതൽ പഠിച്ചു വെച്ച പാഠങ്ങളുടെയോ അല്ലെങ്കിൽ അവർ തുടരുന്ന സമീപനത്തിന്റെയോ ഭാഗമാണ്. അവരാ വിശ്വാസം നശിപ്പിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ഷേത്ര വിശ്വാസത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ജീവനക്കാരെ നിയോഗിക്കുക അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരോട് വിശ്വാസവുമായി ബന്ധപ്പെട്ട് സമർപ്പിതമായി പ്രവർത്തിക്കാൻ നിഷ്കർഷിക്കുക, അതല്ല ചെയ്യും. തൊഴിലാളികളുടെ അവകാശം പോലെ ഇവിടെ ക്ഷേത്രത്തിലെ ജീവനക്കാരൻ പെരുമാറുമ്പോൾ ക്ഷേത്ര വിശ്വാസികൾക്കുണ്ടാകുന്ന ഒരു മനോഭാവം എന്താണ്? അപ്പൊ ആ ഒരു മനോഭാവത്തിലേക്ക് ക്ഷേത്ര വിശ്വാസിയെ, ആ വിശ്വാസിയുടെ മനോഭാവം മനസ്സിലാക്കാതെ ക്ഷേത്ര ജീവനക്കാരെ നയിക്കുന്ന ക്ഷേത്രത്തിലെ ജീവനക്കാര് തൊഴിലാളികളാണ്, ആ തൊഴിലാളികളുടെ അവകാശം എന്നുള്ള കാഴ്ചപ്പാട്. കാരണം ഒരു പൂജാരിയാണെങ്കിലും ഒരു ക്ഷേത്ര ജീവനക്കാരനാണെങ്കിലും വെളുപ്പിലെ 5 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് ക്ഷേത്രത്തിന് നട തുറക്കും. 11 മണി വരെ ക്ഷേത്രത്തിലെ പൂജകളും കർമ്മങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത്. വീണ്ടും വൈകുന്നേരം 5 മണിയാകുമ്പോൾ അവർ വന്ന് നട തുറക്കണം. രാത്രി 8 മണിക്കോ 8:30ക്കോ ഒക്കെയാണ് ചിലപ്പോൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നിന്ന് അവർക്ക് പോകാൻ കഴിയുക. അതല്ലാത്ത ക്ഷേത്രങ്ങളിലാണെങ്കിൽ അതിന്റെ സമയം വ്യത്യസ്തമായി. അപ്പൊ ഈ ക്ഷേത്രങ്ങളിലെ വ്യത്യസ്തമായ സമയത്തെക്കുറിച്ചോ ക്ഷേത്രങ്ങളിലെ വ്യത്യസ്തമായ ആരാധനാ രീതിയെക്കുറിച്ചോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ പരിപൂർണമായി അജ്ഞരാണ്. അവർക്കത്, കാരണം അതാണ് അവര് ഇപ്പൊ അടുത്ത കാലത്ത് ഷർട്ട് ഇട്ടോണ്ട് കയറണം, ഷർട്ട് ഇടാതെ കയറണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല വിവാദങ്ങൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കുന്നത്. ഇപ്പൊ ഷർട്ട് ഇട്ട് കയറാവുന്ന അമ്പലം ഉണ്ടാവും, ഷർട്ട് ഇടാതെ കയറാവുന്നതും ഉണ്ടാവും, സ്ത്രീകൾ കയറുന്നതും ഉണ്ടാവും, സ്ത്രീകൾ കയറാത്തതും ഉണ്ടാവും. ഇത് ഏതാണെന്ന് അതാത് സ്ഥലത്തെ ആ ക്ഷേത്രത്തിന്റെ ആചാര്യ സ്ഥാനത്ത് നിൽക്കുന്നവർ അവരെടുക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ. തീരുമാനങ്ങൾ എല്ലായിടത്തും എല്ലാ കാലത്തും തീരുമാനങ്ങൾ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി മാറിയിട്ടുണ്ട്. ആ മാറ്റം വരേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസിൽ തീരുമാനിച്ചിട്ടല്ല. അത് ആ തീരുമാനമെടുക്കണമെങ്കിൽ ആ തീരുമാനമെടുക്കാൻ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്രത്തിൽ ആത്യന്തികമായി തീരുമാനമെടുക്കാനുള്ള അവകാശം ക്ഷേത്രത്തിന്റെ തന്ത്രിക്കാണ് എന്ന് പറയുമ്പോൾ ആ തന്ത്രിയുമായി ബന്ധപ്പെട്ട സംവിധാനത്തെ അതിനെ ചോദ്യം ചെയ്തേക്കാം എന്ന് ചിന്തിക്കുന്ന കമ്മ്യൂണിസം. അതാണ് വ്യത്യാസം. പക്ഷെ ആ തന്ത്രിയെ, ഇപ്പൊ തന്ത്രി മോശക്കാരനായാൽ മോശക്കാരനാണെന്ന് പറയാൻ ഹിന്ദു ജനത മടിക്കില്ല, അത് വേറൊരു വശം, വ്യക്തിപരമാണ്. പക്ഷെ ആ
തന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തെ അംഗീകരിക്കാൻ, ക്ഷേത്രം എന്ന് പറയുന്ന സംവിധാനത്തെ അംഗീകരിക്കാൻ, ആരാധനാ രീതിയെ അംഗീകരിക്കാൻ അതിന് പാർട്ടിക്ക് കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പാർട്ടി സഖാക്കൾ വന്ന് ഇത് ഏറ്റെടുക്കുമ്പോൾ അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലെങ്കിൽ നാളെ അവരിതെല്ലാം ഉൾക്കൊണ്ടേ പറ്റൂ. ഇന്നിപ്പോ അവര് ഇതിലേക്ക് കടന്നു വരുന്നു. നാളെ അവര് ഇപ്പോ ഈ പറഞ്ഞ പാട്ടിന് പകരം ഭജന വെച്ചാൽ മതി എന്ന് അവർ അംഗീകരിക്കേണ്ടി വരും. അവരും ഭജന പാടും, അവരും നാമം ജപിക്കും. അതല്ലാതെ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം ലോകത്തിൽ എവിടെയും ഇല്ല. ഇപ്പൊ അവർ ആമാശയത്തിന് വേണ്ടിയാണ് ഈ പാർട്ടി കൊണ്ട് നടക്കുന്നത്. അപ്പൊ അവർക്ക് ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ, അവരുടെ ജീവിതമാർഗം നിലനിൽക്കണമെങ്കിൽ ഈ നാട്ടിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കണം, ജനങ്ങൾ അവരുടെ ഒപ്പം നിൽക്കണം. ജനങ്ങൾ അവരുടെ ഒപ്പം നിൽക്കണമെങ്കിൽ അവർക്ക് മാറിയേ പറ്റൂ.